നമ്മുടെ ബ്രൂണോയ്ക്ക് രാത്രി രണ്ട് പ്രാവശ്യമാണ് അവൻ്റെ പെട്രോളിങ്, നൈറ്റ് പെട്രോളിങ്. ഒന്ന് ഇപ്പോൾ തുടങ്ങുകയാണ് നൈറ്റ് പെട്രോളിങ്. അതായത് വീടിൻ്റെ ഒരു 1000-1500 മീറ്റർ വരെയാണ് അവൻ്റെ റേഞ്ച്. അതുവരെ അവൻ ജസ്റ്റ് വാച്ച് ചെയ്തിട്ട് വരും. അതായത് ഇപ്പോൾ ഒരു പ്രാവശ്യം പോവും, പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു 10 മണിയാകുമ്പോൾ ഉണ്ടാവുന്നത്. ഇപ്പോൾ അതേ ആൾ ഇറങ്ങാണ് നൈറ്റ് പെട്രോളിങ്ങിന്. ബ്രൂണോ, നമുക്ക് പോവല്ലേ? റെഡി അല്ലേ? ബ്രൂണോ പോവല്ലേ? അതാണ് ബ്രൂണോൻ്റെ നൈറ്റ് പെട്രോളിങ് തുടങ്ങായി. ബ്രൂണോ, ഇവിടെ കുറുക്കന്മാരൊക്കെ ഉണ്ട് കേട്ടാ, ശ്രദ്ധിച്ചോളട്ടാ. അതായത് ബ്രൂണോക്ക് റേഞ്ച് 1500 മീറ്റർ വരെയാണ്. അപ്പം നമുക്ക് ഇവിടുന്ന് പോവാം. നടക്ക് വട. നടന്ന ബ്രൂണോ. പോകുന്നതിൻ്റെ ഇടയ്ക്ക് കുറുക്കന്മാരുണ്ട്, എല്ലാം ഉണ്ട്. ഒരു ബൗണ്ടറി എത്തി. അവിടെ എന്തൊരു പൂച്ചന കണ്ടു. ഇതവൻ്റെ ഫസ്റ്റ് പെട്രോളിംഗ് ആണ്. ഇനിയും രണ്ടാമതൊരു ട്രിപ്പ് പോകും, അതായത് ഭക്ഷണം കഴിച്ചിട്ട്. ഒക്കെ ശ്രദ്ധിക്കേണ്ട മനസ്സിലായി. രണ്ട് ഇതാണ് ബ്രൂണോയുടെ വീട്. ബ്രൂണോയുടെ വീടിൻ്റെ അവിടുന്ന്
1500 മീറ്ററോളം അവൻ റേഞ്ചാണ്. അത്ര ഏരിയയിൽ അവൻ ശരിക്കും നിരീക്ഷിക്കും. ബ്രൂണോയുടെ നൈറ്റ് പെട്രോളിങ്ങിന് ഉള്ളൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അവന് പെട്രോൾ വേണ്ട, ഇന്ധന ചെലവില്ല. പെട്രോൾ വേണ്ട, ഡീസൽ വേണ്ട, ഒന്നും വേണ്ട. അതാണ് ബ്രൂണോൻ്റെ അവൻ്റെ മെയിൻ പെട്രോളിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ കുറുക്കന്മാരെ ഉണ്ടെങ്കിൽ അവൻ ഉണ്ടാകും, അതിനെ ഇത് ചെയ്യാണ്. ബ്രൂണോ ഇവിടെ എന്താ കുറുക്കണ്ട? ഇതാണ് ബ്രൂണോയുടെ ജംഗ്ഷൻ. ഇവിടുന്ന് 1000 മീറ്റർ അങ്ങോട്ടും 1000 മീറ്റർ ലെഫ്റ്റും 1000 മീറ്റർ റൈറ്റ് സൈഡിക്കും, അങ്ങനെ 2000 മീറ്ററോളം ബ്രൂണോയുടെ റേഞ്ചാണ്. അത് 2 പ്രാവശ്യമാണ് അവൻ്റെ നൈറ്റ് പെട്രോളിങ് എന്ന് പറഞ്ഞത്. ഒന്ന് ഒരു 7 മണിയാകുമ്പോൾ ഒരെണ്ണമുണ്ട്, ഒരു ഇരുട്ടായി വരുമ്പോൾ 7 മണിയാകും, പിന്നെ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം. ഭക്ഷണം കഴിച്ച ശേഷം ഏകദേശം ഒരു 10 മണിയാകുമ്പോൾ രണ്ടാമതൊരു ഇറക്കമുണ്ട്. അതാണ് ബ്രൂണോയുടെ പെട്രോളിങ്. ബ്രൂണോ ഇവിടെ എന്താ അവൻ എന്തോ കാര്യമായിട്ട് മണക്കുന്നുണ്ട്, എന്തോ ഒരു പന്തികേട് പോലെ തോന്നുന്നുണ്ട്. മണം പിടിക്കാന്ന് വെച്ചാൽ നമ്മുടെ ലാബ്രഡോറിൻ്റെ അത്ര വേറെ ഒന്നുമില്ല. അതായത് രാത്രി സമയങ്ങളിലൂടെ മൃഗങ്ങളെ എന്തൊക്കെയാണെന്ന് അറിയില്ല, അവൻ എന്തായാലും മണം പിടിച്ചിട്ടേ ഒക്കെ ചകഞ്ഞ് നോക്കുന്നുണ്ട്. ഉണ്ടാക്കണ്ട പരക്കം പോയുണ്ട്, അവന് മനസ്സിലായി എന്തോ ഉണ്ട്. തിരിച്ചോണ്ട് ഇങ്ങോട്ട് പോരാ, ഇങ്ങോട്ട് പോരാ, പോരാ പോരാ, ഇങ്ങോട്ട് പോരാ. എന്തോ ഉണ്ട്, അവനെന്തോ ഇത് തോന്നിണ്ട്, അവൻ കാട്ടിലേക്ക് കയറി പോകാൻ നോക്കണം. അവിടെ കണ്ട ആകെ മണെടുക്കണം.
എന്താണെങ്കിലും ഉണ്ടാ ബ്രൂണോ? അതെന്തോ ഒരു ഇത് സംശയം വെച്ച് വീണ്ടും പോവാണ്. ബ്രൂണോ എന്താണ്? അവിടെ എന്തോ കടന്നു പോയിട്ടുണ്ടെന്നുണ്ട്, വല്ല എലിയോ എന്താണെന്നറിയില്ല. അവന് പൂച്ചയാണെന്നുകൊണ്ട് തന്നെ മണം പിടിക്ക്. എന്തേ അവിടെ കാര്യമായിട്ട് മണം എടുക്കുന്നുണ്ട് അവിടെ. കഴിഞ്ഞ എന്നത് ഇപ്പോഴത്തെ ഡ്യൂട്ടി കഴിഞ്ഞ വീട്ടിൽ പോവാ. കഴിഞ്ഞാൽ അവനറിയാമോ. അവൻ ചെവി ഓർക്കുന്നുണ്ട്. പിന്നെ അതണ്ട മണം പിടിച്ച് ഈ കുറുക്കന്മാർ ഒരുമിച്ച് കിടന്ന് ഓരിയിടുന്ന സൗണ്ട് കേൾക്കാറുണ്ട്. കണ്ട എന്താണ് ചവിട്ടോർക്കണ്? അവിടെ വല്ലതും ഉണ്ടോ? കാര്യമായിട്ട് എന്തോ അവൻ നിരീക്ഷണത്തിലാണ്. എന്തോ ആലോചിക്കുന്നുണ്ട്. അപ്പുറത്തെ വീട്ടിൽ 2-3 ഹിന്ദിക്കാർ താമസിക്കുന്നുണ്ട്, 4 പേര്. ബ്രൂണോനെ കാണുമ്പോൾ അവർക്ക് പേടിയാണ്. പക്ഷെ എന്നിരുന്നാലും അവർ എത്ര നല്ല കെയറിങ് ഉണ്ട്. അതായത് ബ്രൂണോയെ കണ്ടു കഴിഞ്ഞാൽ അവർ നിൽക്കോടെ. ബ്രൂണോ എന്താണുള്ളത്? പോറായാ? കഴിഞ്ഞ നിന്റെ ഡ്യൂട്ടി കഴിഞ്ഞാ? ഇനി സെക്കൻഡ് ഡ്യൂട്ടിക്ക് നോക്കാം. വാ, അവന് വരണമെന്നില്ല. കറണ്ട് പോയി. വാ, ഇനി എന്നപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വരാം. അടുത്ത ഡ്യൂട്ടിക്ക് നോക്കിയാൽ മതി. വാ. ബ്രൂണോ, വൈലൈറ്റ് പോയി, കറണ്ട് പോയി. വൈലൈറ്റിൽ കറണ്ട് പോയി. ഇതേ പവർ കട്ടെന്നാണ്. വാ, കറണ്ട് പോയില്ല. ബ്രൂണോ, അങ്ങനെ നീ വീട്ടിലൊക്കെ ഒന്ന് നോക്കാണ്. അവനെന്തൊക്കെയോ ഒരു ഇത്. ചേട്ടൻ്റെ വീട്ടിലെ കാറ് ഇവിടെ കൊണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മണം 4 സൈഡ് അവൻ ചെക്ക് ചെയ്യാണ്. വാ, കഴിഞ്ഞില്ല നിൻ്റെ നൈറ്റ് പെട്രോളിങ് കഴിഞ്ഞില്ലേ? വാ, ഇനി വാ, റെസ്റ്റ് എടുക്ക്, വെള്ളം കുടിച്ച പണി. വാ, പോരെ. വാ, ഇനി കറണ്ട് വന്നിട്ട് പോവാം. നമുക്ക് രണ്ടാമത്തെ ട്രിപ്പ് പോവാം. എന്തൊക്കെ ഇതുവരെ അന്വേഷിച്ചിട്ട് കിട്ടിയത് ഇതാണോ? അതെ, കറണ്ട് വീണ്ടും വന്നു. അവന് കിട്ടിയത് ഇതാണ്.
ഇതുവരെ അവൻ അന്വേഷിച്ചു. ഇപ്പോൾ ഹൈവേ പെട്രോളിങ്ങിന് പോയിട്ട്, അതായത് ഞങ്ങളുടെ വീടിൻ്റെ ഒരു കുറച്ചങ്ങോട്ട് നീങ്ങി ഇതായിട്ട് കനാൽ പോകുന്നുണ്ട്. കനാലിൻ്റെ, അതായത് കനാൽ ബണ്ട് റോഡ്. അതാണ് ബ്രൂണോൻ്റെ മെയിൻ മേൽനോട്ടം. ഓക്കെ ബായ്. ബ്രൂണോ എന്താ കിട്ടിയത് നിനക്ക്? പെട്രോളിങ് കഴിഞ്ഞിട്ട് കിട്ടിയത് ഇതാണോ? ബ്രൂണോ പെട്രോളിങ് കഴിഞ്ഞിട്ട് ഇതാണോ കിട്ടിയത് നിനക്ക്? എന്തിട്ടാ കിട്ടിയാണിത്? പ്ലാസ്റ്റിക്കിൻ്റെ എന്തോ കിട്ടിയിട്ടുണ്ടവൻ. മതി വാ.